ഹലോ ഗായ്സ്, അപ്പം നമുക്കൊന്ന് ഒമാൻ വരെയും പോയി വന്നാലോ? രാവിലെ 4 മണിക്ക് ബസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. 4 മണിക്ക് 4:30ക്ക് ബസ് എത്തുമെന്ന് പറഞ്ഞു. എന്തായാലും പറഞ്ഞ ടൈമിന് തന്നെ എത്തി. 7 മണിക്കാണ് എത്തിയത്. നമുക്കവിടെ ഒരു 3 മണിക്കൂറിൽ കൂടുതൽ പോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവിടെ ഇരുന്ന് ഇടങ്ങേറായി. പിന്നെ ബസ്സൊക്കെ വന്ന് നമ്മൾ ബസ്സിൽ കയറി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബസ് ഷാർജയിൽ പോയി ആളെ പിക്ക് ചെയ്തിട്ട് വേണം ദുബായിലേക്ക് പോകാനായിട്ട്. ബസ് ഓൾറെഡി വൈകിട്ടാണ് വന്നത്, പിന്നെ ലേറ്റാണ്. അത് കൂടാണ്ട് തന്നെ നല്ല ട്രാഫിക്കായിരുന്നു. നമുക്കറിയാം, ഷാർജയിലൊക്കെ നല്ല ബ്ലോക്കാണ്, ദുബായിലേക്കുള്ള നല്ല ബ്ലോക്കാണ്. അപ്പം നമ്മൾ നേരിട്ട് ദുബായിലേക്കാണ് ചെന്നത്. ദുബായിൽ ചെന്നപ്പോഴാണ് അടുത്ത പണി കിട്ടണത്. അതായത് ബസ്സിൽ നിറച്ചങ്ങടെ ആൾക്കാരെ കയറ്റി. ബസ്സിൻ്റെ സ്റ്റെപ്പിലും നിന്നൊക്കെയാണ് ആൾക്കാർ പോയത്. ചേച്ചിമാർ കുറേ നേരം ഒരാളിരിക്കും, അടുത്ത ആൾ പിന്നെ കുറച്ച് നേരം എണീറ്റ് നിൽക്കും, അങ്ങനെയൊക്കെയാണ് പോയത്. ഇപ്പം മോനിക്ക് ഞാൻ സീറ്റ് റിസർവ് ചെയ്തിട്ടാണ് പോയത്. പക്ഷേ അടുത്തൊരു ഉമ്മാനെ കൊണ്ടുവന്ന് ഇരുത്തി. സീറ്റില്ല, കാരണം അവരെയൊക്കെ നിർത്തി കൊണ്ടുപോകാനെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം അത്രയും ദൂരം യാത്ര ചെയ്യണം. ബസ് ഒരു 9 മണിക്ക് എടുത്തിട്ട് ദുബായിൽ നിന്ന് എടുത്തിട്ട് ഒരു 2 മണി 1:30-2 മണിയോടുകൂടിയൊക്കെയാണ് നമ്മൾ ബോർഡറിലെത്തിയത്. അപ്പം അത്രയും നേരം ഈ വെല്ലുമ്മയൊക്കെ നിന്ന് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. അത് ബസ്സിലും ഈ മലയും കുന്നൊക്കെ കയറി പോകണം. മോനൊക്കെ മടിയിലിരുത്തി നല്ല പാടായിരുന്നു. ഒരുപാട് ഫൈറ്റ് ചെയ്തതിന് ശേഷമാണ് ബോർഡറിലെത്തിയപ്പോൾ നമുക്ക് സീറ്റ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ ഇതേപോലെയൊക്കെ പോണ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ, നല്ല ട്രാവൽസൊക്കെ ബുക്ക് ചെയ്ത് നിങ്ങൾ പോകുക.